കഥ പാതിവഴിയിൽ പാർട്ട് 22. അവതരണം ഷെറിനൌഷ. മഹേഷിൻ്റെ ഭാര്യയായിരിക്കെ തന്നെ താൻ അവനെ ചതിച്ചുകൊണ്ട് അലക്സിയോട് ബന്ധം പുലർത്തി. പാവം മഹി, തന്നെ അവൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അവനോട് താൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ദൈവം തനിക്ക് 10 മടങ്ങായി തിരിച്ചു തന്നതാണെന്ന് അവൾക്ക് തോന്നി. എന്നാലും ഇവളാണോ ഇന്നലെ രാത്രിയിൽ അലക്സി പറഞ്ഞ അഭിരാമി? ഒരൊറ്റ ഫോട്ടോയിൽ പോലും അവളുടെ മുഖം വ്യക്തമല്ല. ആ മെസ്സേജ് വന്ന നമ്പറിലേക്ക് കോൾ കണക്റ്റ് ആവുന്നില്ല. അവൾ ഒരുപാട് സമയം ആ നമ്പറിലേക്ക് വിളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഏറെ സമയം ഇരുന്ന് കരഞ്ഞപ്പോൾ അവൾക്ക് ഇത്തിരി ആശ്വാസം തോന്നി. അവൾ വീണ്ടും വല്ല തുമ്പും കിട്ടുമോ എന്നറിയാൻ വേണ്ടി ഫോണെടുത്ത് ആ ഫോട്ടോസിലേക്ക് തന്നെ ശ്രദ്ധയോടെ നോക്കി. അപ്പോഴാണ് അവൾ വീണ്ടും ഒരു കാര്യം ശ്രദ്ധിച്ചത്. അവൾക്ക് മുൻപിൽ ഒരു പെട്ടി നിറയെ കാശുണ്ട്. അത് അലക്സി അവൾക്ക് കൊടുത്തതാണോ? പെട്ടെന്നാണ് അവളുടെ മനസ്സിലേക്ക് ആ ഒരു അപകടം കയറിക്കൂടിയത്. അലക്സി അവൾക്ക് കാശ് കൊടുത്തിരിക്കുന്നു. ഭരതൻ പറഞ്ഞത് സത്യമാണെങ്കിൽ ആ കാശ് അവൻ തൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. എന്തുകൊണ്ട് തൻ്റെ പണം അവൻ എടുത്തിട്ടും താൻ അറിയാതായിപ്പോയി? തനിക്ക് ബാങ്കിൽ നിന്നും മെസ്സേജ് വന്നിട്ടില്ലേ? അവൾ ഫോൺ എടുത്ത് മെസ്സേജ് ഓപ്പൺ ചെയ്തു നോക്കി. ബാങ്കിൽ നിന്നും മെസ്സേജ് വന്നിട്ടുണ്ട്. താൻ അത് അറിയാഞ്ഞതാണ്. ഫോൺ കംപ്ലൈൻ്റ് ആയിരുന്നതുകൊണ്ട് ബാങ്കിലെ മെസ്സേജ് താൻ കണ്ടില്ല. എന്നാൽ മെസ്സേജിൽ വന്നിരിക്കുന്ന തുക കണ്ട പൂജയുടെ തൊണ്ടയിൽ നിന്നും ഒരു നിലവിളി ഉയർന്നു. 50 ലക്ഷം. 50 ലക്ഷം രൂപയാണ് പിൻവലിച്ചിരിക്കുന്നത്. താൻ അറിയാതെ അലക്സി തൻ്റെ കാശ് മോഷ്ടിച്ചിരിക്കുന്നു. അവൻ തന്നെ ചതിച്ചിരിക്കുന്നു. ഏതോ ഒരു പെണ്ണിനു വേണ്ടി അവൻ തന്നെ മറന്നിരിക്കുന്നു. അവൾ ഹൃദയം പിടയുന്ന വേദനയോടെ കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി. തനിക്ക് സംഭവിച്ചിരിക്കുന്ന ഈ ചതി താൻ ആരോടാണെന്ന് തുറന്നു പറയുക? ഇനി താൻ അടുത്തതായി എന്താണ് ചെയ്യേണ്ടതെന്ന് അവൾക്കറിയില്ലായിരുന്നു. തൻ്റെ കാശ് നഷ്ടപ്പെട്ടു. ഇനി ഒരിക്കലും അത് തനിക്ക് തിരിച്ചു കിട്ടാൻ വഴിയില്ല. തൻ്റെ ജീവിതവും കൈവിട്ടുപോയി. ഇനി അലക്സിയെ തനിക്ക് തിരിച്ചെടുക്കാനാവുമോ? ഒരുപക്ഷെ ഇന്നലെ തന്നെ താൻ അത് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അലക്സി ആ കാശ് അവൾക്ക് കൊടുക്കുന്നത് തനിക്ക് തടയാമായിരുന്നു. എന്തുകൊണ്ടോ ഫോൺ കറക്റ്റ് സമയത്ത് കേടായിപ്പോയി. അവളുടെ കണ്ണുകൾ കുറുകി വന്നു. ഫോൺ അലക്സിയുടെ കയ്യിൽ നിന്നും താഴെ വീണതാണ്. വെറുതെ താഴെ വീണതുകൊണ്ട് ആ ഫോൺ പൊട്ടുകയില്ല. അപ്പോൾ അലക്സി അത് മനഃപൂർവ്വം എറിഞ്ഞുടയ്ക്കുകയായിരുന്നു. തൻ്റെ സ്നേഹത്തിനു പകരം അവൻ തന്നെ കെണിയിലാക്കുകയാണ് ചെയ്തത്. അവൾ ദേഷ്യത്തോടെ ധൃതിയിൽ വീട്ടിലേക്ക് തിരിച്ചു. അലക്സി, ഇതിന് പൂജ നിന്നോട് പകരം വീട്ടിയിരിക്കും. അവൾ പകയോടെ മനസ്സിലുറപ്പിച്ചു. അലക്സി പൂജയെ തിരക്കി വീട്ടിൽ നിന്നും ടൗണിലേക്ക് വരികയായിരുന്നു. പൂജ തിരികെ വീട്ടിലേക്കുള്ള യാത്രയിൽ പാതി വഴിയിൽ വച്ച് അവർ രണ്ടുപേരും കണ്ടുമുട്ടി. കാർ നിർത്തിയ അലക്സി നേരിയ ഒരു ഭയത്തോടെ വണ്ടിയിൽ നിന്നിറങ്ങി പൂജയുടെ അടുത്തേക്ക് നടന്നു വന്നു. പൂജ, നീ ഇത്ര രാവിലെ എവിടെ പോയതാണ്? ഞാൻ തന്നെ അവിടെ കാണാഞ്ഞ് എത്ര ടെൻഷനായെന്നറിയാമോ? അലക്സി അവളുടെ കാറിൻ്റെ ഡോർ ഓപ്പൺ ചെയ്തു. അവളുടെ ഉള്ളിലാകെ അമർഷം നുരഞ്ഞു പൊങ്ങുകയായിരുന്നു. എങ്കിലും അവളത് പുറമെ കാണിച്ചില്ല. സത്യങ്ങൾ താൻ അറിഞ്ഞത് അലക്സി മനസ്സിലാക്കിയാൽ പാടില്ല. അവൻ അറിയാതെ എറിഞ്ഞു വീഴ്ത്തണം. അവൾ പല്ലുകൾ ദേഷ്യത്തോടെ കടിച്ചു പിടിച്ചു. അലക്സി, ഞാൻ തന്നോട് പിണക്കമാണ്. എനിക്ക് പുതിയ ഫോൺ വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ നീ അത് മറന്നില്ലേ? ഫോണും കൂടി ഇല്ലാതായപ്പോൾ ഞാൻ വീട്ടിൽ ഒറ്റപ്പെട്ടു പോയതുപോലെ തോന്നി. അതുകൊണ്ടാ ഞാൻ രാവിലെ തന്നെ പുതിയ ഫോൺ വാങ്ങാൻ വേണ്ടി പോയത്, അവൾ നിസ്സാരമായി പറഞ്ഞു. അലക്സിയുടെ മനസ്സിൽ പാതി സമാധാനമായി. പൂജയുടെ സംസാരത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും കാണാനില്ല. തൻ്റെ പഴയ ഫോൺ താൻ എന്ത് ചെയ്തു പൂജ? ഓഫീസിലെ സെക്യൂരിറ്റി ദാമുവിന് ഒരു ഫോൺ വേണമെന്ന് പറഞ്ഞിരുന്നു. ഒരുപാട് വിലയുള്ള ഫോണല്ലേ, വേസ്റ്റ് ആക്കണ്ട. ദാമു അത് റിപ്പയർ ചെയ്തെടുത്തോട്ടെ, അലക്സി പതിയെ പറഞ്ഞു. തീ പാറുന്ന ഒരു നോട്ടം പൂജ അവന് നേരെ തൊടുത്തു. അലക്സി ഒന്ന് ചൂളി വിറച്ചുപോയി. പെട്ടെന്ന് പൂജ പുഞ്ചിരിച്ചു. എനിക്കൊരു ഫോൺ വാങ്ങിത്തരാമെന്ന് പറഞ്ഞത് താൻ മറന്നു. ഓഫീസിലെ ദാമുവിൻ്റെ കാര്യം തനിക്ക് ഓർമ്മയുണ്ട് അല്ലേടാ? അവൾ അവനോട് തമാശയിൽ പരിഭവം പറഞ്ഞു. ഞാൻ എൻ്റെ ഫോൺ ആ ഷോപ്പിൽ വിറ്റു. അവരതിൻ്റെ കാശ് പുതിയതിന്ന് മൈനസ് ചെയ്തു. കൂടുതൽ സംസാരിക്കാതെ പൂജ കാർ സ്റ്റാർട്ട് ചെയ്തു വീട്ടിലേക്ക് പോയി. അലക്സി സമാധാനത്തോടെ നെഞ്ചിൽ കൈവച്ചു. ഭാഗ്യം, അവൾക്കത് നന്നാക്കിയെടുക്കാൻ തോന്നിയില്ലല്ലോ.
ഇനിയിപ്പോൾ പെട്ടെന്നൊന്നും അവൾ ബാങ്കിൽ നിന്നും പണം പിൻവലിച്ചത് അറിയാൻ പോണില്ല. അവൻ സമാധാനത്തോടെ ഓഫീസിലേക്ക് പോയി. മഹി, താൻ എൻ്റെ കൂടെ ഓഫീസിലേക്ക് വരണ്ട. ഞാൻ സാധാരണ പോവും പോലെ സ്കൂട്ടിയിൽ തന്നെ പൊയ്ക്കോളാം. അഭിരാമി മഹേഷിനെ തടഞ്ഞു നിർത്തി. വേണ്ട അബി, എനിക്കിന്ന് എന്തായാലും അലക്സിയെ കാണണം. ഇന്നു മുതൽ അവൻ നിന്റെ മേൽ കൂടുതൽ അവകാശം കാണിക്കാൻ ശ്രമിക്കും. പണം തന്നതിൻ്റെ അധികാരം അവൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. നിനക്ക് അവനെ തടയാനൊന്നും കഴിയില്ല. അറിഞ്ഞുകൊണ്ട് നിന്നെ അപകടത്തിലേക്ക് പറഞ്ഞുവിടാൻ എനിക്ക് കഴിയില്ല. മഹേഷ് അഭിരാമിക്ക് മുൻപിലായി വീടിൻ്റെ പുറത്ത് കാറിലേക്ക് നടന്നു. പ്ലീസ് മഹി, ഈ അവസാന സമയത്ത് നീ എല്ലാ പ്ലാനും പൊളിക്കല്ലേ. നിന്നെ എൻ്റെ കൂടെ കണ്ട അവനെല്ലാം മനസ്സിലാവും. പൂജയോടുള്ള വാശിക്ക് പകരം വീട്ടാൻ നിന്നോടൊപ്പം ഞാൻ കൂടി നിന്നതാണെന്ന് അവൻ മനസ്സിലാക്കും. അവനെ പൂജയിൽ നിന്ന് അകറ്റുന്നത് വരെ നമുക്ക് ഈ കളി തുടർന്നേ പറ്റൂ. അവൻ്റെ ജീവിതം നമുക്ക് താറുമാറാക്കണം. അഭിരാമി അവൻ്റെ കാല് പിടിച്ചു പറഞ്ഞു. മഹേഷിൻ്റെ മുഖം അഭിരാമിയുടെ നേർക്ക് തിരിഞ്ഞു. അഭിരാമി, എനിക്ക് അലക്സിയോട് പകരം വീട്ടാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല. അവൻ്റെ സ്വഭാവം എന്നേക്കാൾ കൂടുതൽ നിനക്കറിയാവുന്നതല്ലേ. അവൻ്റെ അടുത്തേക്ക് നീ പോകുന്ന ഓരോ നിമിഷവും എൻ്റെ ഉള്ളിൽ തീയാണ്. നീ പറഞ്ഞല്ലോ പൂജയെ അവനിൽ നിന്നും അകറ്റണമെന്ന്. എന്നിട്ട് എന്തിനാ? അവർ തമ്മിൽ അകന്നത് കൊണ്ട് നമുക്ക് എന്ത് നേട്ടാണ് ഇനി ഉണ്ടാവാൻ പോണത്? അവൻ നിന്നെ അപകടപ്പെടുത്തിയാലോ നമുക്ക് വീണ്ടും നഷ്ടമാണ് ഉണ്ടാവാൻ പോകുന്നത്. പ്ലീസ് അബി, നിന്നെ നഷ്ടപ്പെടുത്താൻ ഇനിയും എനിക്ക് കഴിയില്ല. അവൻ അവൾക്കരികിലേക്ക് ചെന്നുകൊണ്ട് അവളുടെ കൈകളിൽ പതിയെ പിടിച്ചു. അഭിരാമിയുടെ കണ്ണുകളിലേക്ക് അവൻ പ്രണയത്തോടെ നോക്കി. ഒരിക്കൽ എൻ്റെ സ്നേഹം ഞാൻ നിന്നോട് തുറന്നു പറഞ്ഞപ്പോൾ എന്നെ സ്നേഹിക്കാൻ നീ തയ്യാറായില്ല. നീ എന്നിൽ നിന്നും ദൂരേക്ക് മാറി. പക്ഷേ ഇന്ന് പറയാതെ തന്നെ നിനക്ക് എന്നോടുള്ള സ്നേഹം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അഭിരാമി. അവൻ അവളുടെ അരക്കെട്ടിലൂടെ അവളെ ചേർത്തു പിടിച്ചു. അഭിരാമിയുടെ ഉടലാകെ വിറച്ചു പോയി. മഹേഷ് തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് താൻ നേരത്തെ തന്നെ മനസ്സിലാക്കിയതാണ്. എങ്കിലും അവൻ തൻ്റെ മുഖത്ത് നോക്കി അത് പറഞ്ഞപ്പോൾ, മഹി, അവൾ പെട്ടെന്ന് അവൻ്റെ ദേഹത്തു നിന്നും ദൂരേക്ക് അകന്നു മാറി. വീട്ടിനകത്ത് നിന്നും വിഷ്ണു അവരുടെ അടുത്തേക്ക് ഇറങ്ങി വന്നു. മഹി, താൻ അവൾ പറയുന്നത് കേൾക്ക്. തുടങ്ങി വച്ച കാര്യം അവനെ ഭയന്ന് നമ്മൾ പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ പാടില്ല. അലക്സിയുടെ ചതി പൂജ മനസ്സിലാക്കണം. അവൾ തന്നെ ചതിച്ചു പോയതിന് അവൾക്ക് ദൈവം കൊടുത്ത ശിക്ഷയാണിതെന്ന് അവൾ അറിയണം. ഒപ്പം തന്നെ അലക്സിയെയും നമ്മൾ തകർക്കണം. അഭിരാമി നീ വിചാരിക്കും പോലെ ഒരു ബലഹീനയായ പെണ്ണല്ല. അവളിപ്പോൾ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് മനസ്സിലാക്കി കഴിഞ്ഞു. നീ അവളുടെ കൂടെ തൽക്കാലം ഓഫീസിനടുത്തേക്ക് പോവണ്ട. വിഷ്ണു തൽക്കാലം മഹേഷിനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. പാതി വഴിയിൽ കഥയുടെ ഈ പാർട്ട് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത പാർട്ടുമായി ഞാൻ ഉടൻ തന്നെ വരാം.